കുവൈറ്റ് വിമാനത്താവളം ടെർമിനൽ 1 സജീവമാക്കുന്നതിന്റെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നുവെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ ഹമൂദ് അൽ സബ അറിയിച്ചു. മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി അടിസ്ഥാന സൗകര്യങ്ങളുടെയും വിമാനത്താവള സൗകര്യങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കിയതായും പ്രധാന വെല്ലുവിളികളെ തരണം ചെയ്തതായും വിമാനത്താവള അതോറിറ്റി അറിയിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ 4 വഴിയുള്ള വിമാന ഗതാഗതത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ദിവസേനയുള്ള വരവുകളുടെയും പുറപ്പെടുകളുടെയും എണ്ണം ഏകദേശം 190 വിമാനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ ഹമൂദ് അൽ സബ വിശദീകരിച്ചു. നിരവധി വിമാന കമ്പനികൾ പ്രവർത്തനം പുനരാരംഭിച്ചിട്ടുണ്ട്. ടെർമിനൽ 1 നടന്നുകൊണ്ടിരിക്കുന്ന അറ്റകുറ്റപ്പണികൾ, പുനരധിവാസം, ഉപകരണ നവീകരണം എന്നിവ പൂർത്തിയാകുമ്പോൾ വിമാനങ്ങളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം രാജ്യത്തെ സിവിൽ വ്യോമയാന മേഖലയിൽ സഹകരണം ശക്തമാക്കുന്നതിനും നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുമായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഏവിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ ഹമൂദ് അൽ സബ, കുവൈറ്റ് ഡയറക്ടർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അതോറിറ്റി ഡയറക്ടർ ജനറൽ ഷെയ്ഖ് ഡോക്ടർ മിഷാൽ ജാബർ അൽ അഹമ്മദ് അൽ സബയും കൂടിക്കാഴ്ച നടത്തി. തിങ്കളാഴ്ചയായിരുന്നു വ്യോമയാന മന്ത്രാലയ ആസ്ഥാനത്ത് വെച്ച് ഇരു മേധാവിയും തമ്മിലുള്ള സുപ്രധാന ചർച്ച നടന്നത്. മറ്റൊരു ഔദ്യോഗിക ചർച്ചയിൽ കുവൈറ്റിലെ ചെക്ക് റിപ്പബ്ലിക് അംബാസിഡർ യുറാൻ ഗിലോയുമായും സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് ഹമൂദ് മുബാറക് അൽ സബ കൂടിക്കാഴ്ച നടത്തി. ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമയാന ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ചും പൊതുവായ താൽപര്യമുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ആശയവിനിമയം നടത്തി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.